മലയാളിയായ ഒരു ജോസ് പാപ്പച്ചൻ UP അംബേദ്കർ നഗർ ഡിസ്ട്രിക്റ്റിൽ അവിടുത്തെ ട്രയൽ കോർട്ട് കൺവിക്റ്റ് ചെയ്തു. ഏകദേശം 5-5.5 വർഷത്തേക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിത് അന്വേഷിച്ചോണം. ഇതൊക്കെ ഫർദർ പലർക്കും സംശയമുള്ളവർ പോയി അന്വേഷിച്ചോണം. കാരണം ഞാനിത് ഗവൺമെൻറ് ഓഫീഷ്യൽസിൽ നിന്നാണ് കൺഫർമേഷൻ എടുക്കുന്നത്, അല്ലാതെ വെറുതെ പറഞ്ഞൊന്നുമല്ല. അപ്പം നിങ്ങളും നിങ്ങളുടെ രീതിയിൽ കൺഫേം ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി വന്ന സമയത്ത് മനസ്സിലാക്കുക, ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ ഉണ്ട്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോസിക്യൂട്ടർ ഹൈക്കോർട്ടിൽ, അതായത് GP ഗവൺമെൻറ് പ്രോസിക്യൂട്ടേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ സീനിയർ ലോയേഴ്സ്. ഈ കേസ് വന്ന സമയത്ത് ജഡ്ജ് ചോദിച്ചു ഗവൺമെൻറ് പ്രോസിക്യൂട്ടറോട്, എന്താണ് താങ്കളുടെ അഭിപ്രായം, കാരണം ബെയിൽ കൊടുക്കണോ വേണ്ടായോ? ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ മിണ്ടിയില്ല, അതായത് കൊടുത്തോളാൻ പറഞ്ഞു. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ട്രയൽ കോർട്ട് കൺവിക്റ്റ് ചെയ്ത് 5 വർഷം കൺവിക്ഷൻ കിട്ടിയ 2 പേരാണ്, ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഈ കേസ് ഹൈക്കോർട്ടിൽ വരുമ്പോഴെങ്ങനെയാണ് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ പറയുന്നത്, ഞങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് ബെയിൽ കൊടുക്കാം.